വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. ഞാൻ എൻ്റെ പല വീഡിയോയിലും നാരങ്ങയെ പറ്റി സംസാരിക്കാറുണ്ട്. നാരങ്ങ എന്ന് പറയുമ്പം അതുപോലെ ഗുണമുള്ളത് കൊണ്ടാണ് നാരങ്ങയെ പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നാരങ്ങയും കൊണ്ട് നമ്മൾ സ്പെഷ്യലി ഇന്ത്യക്കാർ കുക്ക് ചെയ്യും. നമ്മൾ കുറേ സ്പൈസസ് ഒക്കെ യൂസ് ചെയ്യും. അതുപോലെ നോൺ വെജ് കുക്ക് ചെയ്യും. ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോഴത്തേന് ഭയങ്കര സ്മെല്ല് വരും. ഈ കെമിക്കൽ ഉപയോഗിക്കാതെ തന്നെ ഈ നമ്മുടെ വീട്ടിൽ എങ്ങനെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാം, എയർ പ്യൂരിഫൈ ചെയ്യാം എന്നുള്ളതാണ് നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടും. കെമിക്കൽ ഇല്ലാതെ എങ്ങനെ നമ്മുടെ വീട്ടിലെ എയർ ഫ്രഷ് ചെയ്യാം. അപ്പോൾ UK പോലെ നല്ല തണുപ്പുള്ള രാജ്യങ്ങൾ ഇങ്ങനെ വിൻഡോ എപ്പോഴും ഓപ്പൺ ചെയ്യുക നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇടയ്ക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഓപ്പൺ ചെയ്യാം, പക്ഷേ ഫുൾ ടൈം ഒന്നും ഓപ്പൺ ചെയ്തിട്ട് ഫുൾ എയർ കയറത്തില്ല. ഇപ്പം കൊറോണ കാലത്തും ഒക്കെ ഗവൺമെൻറ് തന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ട് ഫ്രഷ് എയർ നമ്മുടെ റൂമിൽ, അതിപ്പോൾ റൂമായാലും ഓഫീസായാലും എല്ലായിടത്തും ഫ്രഷ് എയർ കയറണം. കുക്കിംഗ് കൊണ്ടുണ്ടാകുന്ന ബാഡ് സ്മെല്ല് റാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാരങ്ങ ഉപയോഗിച്ച് എങ്ങനെ വീട്ടിലെ സ്മെല്ല് മാറ്റിയെടുക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ കാണൂ, എന്നിട്ട് വീട്ടിൽ ട്രൈ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് നാരങ്ങയുടെ ഉപയോഗം വളരെയധികം കൂടിയിരിക്കുകയാണ്. അപ്പോൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാരങ്ങ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നിങ്ങൾ പിഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ തൊലി കളയരുത്, അതിങ്ങനെ സൂക്ഷിച്ചു വെക്കുക. ഞാനിങ്ങനെ ഈ നാരങ്ങ തൊലി എല്ലാം കൂടെ കൂട്ടി കുക്കറിൽ വെച്ച് ബോയിൽ ചെയ്യിക്കുക. അപ്പോൾ ബോയിൽ ചെയ്യിക്കുമ്പോൾ ഒബ്വിയസ്ലി അതിനകത്തുനിന്ന് സ്മെല്ല് വരും. നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള നല്ല സ്മെല്ല് വരും. ഈ നല്ല ആ റിഫ്രഷിങ് സ്മെല്ല് വന്നിട്ട് നമ്മുടെ വീട്, അപ്പോൾ കുക്കർ ഫുഡ് ഓൺ ചെയ്യരുത്, അല്ലെങ്കിൽ അത് അതിലവിടെ വലിച്ചിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇതിങ്ങനെ വെച്ച് തിളപ്പിക്കും, വീട് മുഴുവൻ ഈ സ്മെല്ല് മുഴുവൻ വീടും ഇങ്ങനെ ഈ റിഫ്രഷിങ് സ്മെല്ല് വന്ന് നല്ല ഒരു ക്ലെൻസിങ് ആവും. അപ്പോൾ ആ സ്മെല്ലൊക്കെ അങ്ങ് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ചാനൽ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.